അധികം വലിയ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല, നേരെ റെസിപ്പിയിലോട്ട് പോകണം കേട്ടോ. ആക്ച്വലി ഇത് ഞാനൊരു ദിവസം നൈറ്റ് ഉണ്ടാക്കിയതാണ്. കാരണം നമ്മുടെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പപ്പണി ചെയ്തതാണ് സംഭവം. പക്ഷേ കഴിച്ചപ്പോൾ കൊള്ളാം, അപ്പോൾ വിചാരിച്ചിരുന്ന ഒരു റെസിപ്പി ഇടാന്ന്. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ അരിയും പരിപ്പും കൂടെ മെഷർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി നന്നായി കഴുകി വൃത്തിയായിട്ട് കുക്കറിലോട്ട് ഇടുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത്തിരി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അരി എടുത്ത അളവിന് തന്നെ പാകമായിട്ടുള്ള വെള്ളം എടുക്കുക. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഞാൻ 2 വിസിൽ വരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഉള്ളൊരു ടൈപ്പാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ വന്നാൽ തന്നെ അത് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. അതിലോട്ട് നല്ല ജീരകവും കടുകും ആഡ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് പകരം ഗീ എടുത്താലും കുഴപ്പമില്ല. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ നന്നായി ചതച്ചത് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിൻ്റെയും മല്ലിയും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റൈസ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഇത് തുറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടായിരിക്കും. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല മാങ്ങ അച്ചാറും നല്ല കാന്താരി മുളകോ തൈരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇതിൻ്റെ കൂടെ. അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈയോ ഫിഷ് ഫ്രൈയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെയും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് ഫോളോ ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വേണമെന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.